ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കൻ മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കുക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മല്ലി, കുരുമുളക്, ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ലോണം ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ മസാല. ഈ മസാല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതങ്ങോട്ട് മാറ്റി വെക്കാം. അത് നമ്മൾ ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് യൂസ് ചെയ്യാം. പച്ചമുളക്, മസാലയ്ക്ക് ആവശ്യമുള്ള സവാളയും തക്കാളിയും ആണ് എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ 1 kg അടുത്ത ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളത് നിങ്ങൾ ക്വാണ്ടിറ്റി ആവശ്യമനുസരിച്ച് എടുക്കുക. അതിനുശേഷം ഒരു കടായി വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ അവിടെ യൂസ് ചെയ്യണേ. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഈ 2 ഇൻഗ്രീഡിയൻസ് ഇട്ട് നല്ലോണം മുരിച്ച് എടുക്കണം. അതൊന്ന് വാടി പച്ചപ്പൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ കളറാവണ വരെ വെയിറ്റ് ചെയ്യാം. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ വാടി നല്ലൊരു ഗോൾഡൻ ടിൻ്റൊക്കെ ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണം സവാള ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. സവാളയും നല്ലോണം മൊരിഞ്ഞ് ഒരു ട്രാൻസ്ലൂസൻ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റി വരുന്ന കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ അതിൻ്റെ ഇടയിൽ ഉപ്പ് ആഡ് ചെയ്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കണം ആ ഒരു മെയിൻ മസാലയില്ലേ, അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചിക്കനും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് വേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അടിപൊളിയാണ്. നല്ല ചോറോ അല്ലെങ്കിൽ ഗീ റൈസോ ചപ്പാത്തിയോ അപ്പോൾ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കോമ്പിനേഷനായിട്ട് അടിപൊളിയായിരിക്കും. നിങ്ങളും കൂടെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു യുവർ ചാനൽ. സീ യു സൂൺ ഓൾ. ബൈ.